പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു യാത്ര പോവുകയാണ് ഞാൻ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വിശേഷമാണ്. യാത്ര എന്ന് വെച്ചിരുന്നാൽ ഞാൻ പഠിച്ച ഒരു സ്കൂളുണ്ട്, പെരിഞ്ഞനം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈസ്റ്റ് യു പി സ്കൂൾ എന്നാണ് പേര്. അപ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ യു പി ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ആ സ്കൂളിലേക്ക് ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം പോകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്, ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇന്നത്തെ യാത്ര കുറച്ച് ദിവസം മുന്നേ പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷെ നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. തിരക്കൊക്കെ ആയപ്പോൾ അങ്ങനെ നീണ്ടു പോവുകയായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാനായിട്ടൊന്ന് ഒരു കടയിൽ കയറി അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കാത്തൊരു ഏരിയ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഹൈവേ വരുന്ന അതിൻ്റെ പണി നടക്കുമെന്ന് നമുക്ക് അറിയാമല്ലോ. പക്ഷേ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ചില ഭാഗങ്ങളിൽ ഹൈവേ മാറിപ്പോലും. ഇതിപ്പോൾ തളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ചാവക്കാട് നിന്ന് ഈ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് വരുമ്പോൾ വാടാനപ്പള്ളിക്ക് മുമ്പായിട്ട് തൃത്തല്ലൂർ എന്ന സ്ഥലത്തുനിന്ന് ഹൈവേ കിഴക്കോട്ട് ദിശ മാറിയിട്ടാണ് പോകുന്നത്, പുതിയ ഹൈവേ. പിന്നെ അത് വലപ്പാട് എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് പഴയ NH കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്, ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഹൈവേയുടെ പണി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പണ്ടത്തെ അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആ പഴയൊരു എന്താ പറയുക, റോഡ് സൈഡുള്ള മരങ്ങളും തമിഴ് മരങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വ്യൂ നമുക്ക് ഇപ്പോഴും ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതേപോലെ മറ്റു സ്ഥലങ്ങളിലായിരുന്നു. ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ആ ചാവക്കാട് ഭാഗത്തൊക്കെ അതിനോട് അടുത്ത് എത്താറാവുന്ന ആ ഭാഗത്തൊക്കെ ഇതേപോലുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അവിടെ എല്ലാ മരങ്ങളും മുറിച്ച് മാറ്റിയിട്ടുള്ള ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അതായത് വാഗമരങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്ന നല്ലൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ വാഗമരത്തിൻ്റെയൊക്കെ ഒരു സീസണാണെന്ന് തോന്നുന്നുണ്ട്. യാത്രയിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുകയുണ്ടായി, പൂത്തിട്ട് നിൽക്കുന്നതും. അതുപോലെ തന്നെ ഈ റോഡിൽ അത് പൊഴിഞ്ഞ് വീണിട്ട് ഒക്കെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. പഠനകാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിഞ്ഞ ജനുവരിയിലാണ് സ്കൂളിൽ പോയത്. അന്ന് സ്കൂളിൻ്റെ 100ാം വാർഷികത്തിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ അന്ന് അവിടെ വെച്ചിട്ട് ഒരുപാട് പേര് വന്നു. പലർക്കും അവരുടെ കൂടെ പഠിച്ചിരുന്ന പഴയ കൂട്ടുകാരൊക്കെ കാണാനും കണ്ടുമുട്ടാനൊക്കെ പറ്റി. പക്ഷേ എനിക്ക് അന്ന് എൻ്റെ കൂടെ പഠിച്ച ആരും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതെനിക്ക് ഒരുപാട് വിഷമമായി. അപ്പോൾ അന്ന് ഞാൻ അവിടുത്തെ നമ്മുടെ സാറുമാരോടൊക്കെ പറഞ്ഞു, ടീച്ചേഴ്സിനൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു ദിവസം വന്നാൽ രജിസ്റ്റർ നോക്കിയിട്ട് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് നോക്കാം, അപ്പോൾ അങ്ങനെ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ഡിലേ ആയി, കാരണം എനിക്കും കുറച്ച് തിരക്കുകളൊക്കെ ആയി പോകാൻ കഴിഞ്ഞില്ല. ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്നൊരു മഴച്ചാറലുണ്ടായിട്ടോ. ഇവിടെ തളിക്കുളം എന്ന സ്ഥലത്ത് പെട്ടെന്നൊരു മഴച്ചാറ്റലുണ്ടായി. അപ്പോൾ അങ്ങനെ വണ്ടി നമ്മളവിടെ നിർത്തി വേഗം. പിന്നെ മൊബൈൽ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊബൈലൊക്കെ എടുത്ത് മാറിയിട്ട് പിന്നെ യാത്ര തുടർന്നു. പക്ഷേ ആ മഴ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറിയിട്ടോ. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പം നമ്മൾ പെരിഞ്ഞനം എന്ന സ്ഥലത്തെത്തിയിട്ട് ഇവിടെ നമ്മൾ ഉള്ളിലോട്ട് പോക്കോട്ട് റോഡിലോട്ട് കയറുകയാണ്. പിന്നെ ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഒരു സ്കൂളാണ്, ഈ വലത് ഭാഗത്ത് കണ്ട സ്കൂൾ. ഇവിടെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്യാമ്പിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു 2-3 ദിവസത്തെ ക്യാമ്പിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറ്റിലക്കട എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഈ കാണുന്നത് ഞാൻ പഠിച്ച എൻ്റെ ഹൈസ്കൂളിലായിരുന്നു. RMVHS എന്ന് പറയുന്ന ഹൈസ്കൂളാണ്. ഇപ്പം ഞാൻ പോകാൻ പോകുന്ന സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് പിന്നെ ചേർന്നത്. യു പി കഴിഞ്ഞിട്ട് ഹൈസ്കൂളൊക്കെ ഇവിടെയായിരുന്നു. എന്താ ഇവിടെയൊക്കെ എത്തുമ്പോൾ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരുപാട് കൊല്ലം നമ്മളിവിടെ കഴിഞ്ഞ ഒരു സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഈസ്റ്റ് UP എന്ന് പറയുന്ന എൻ്റെ സ്കൂളിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഈ വഴിയൊക്കെ എനിക്ക് എത്തുമ്പോൾ തന്നെ ആ പഴയ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ വരികയാണ്. കാരണം ഇതുവഴി ഒരുപാട് നമ്മൾ നടന്നു പോയിട്ടുള്ളതൊക്കെയാണ്. ഉച്ചഭക്ഷണം കഴിക്കാനും പോകും, കഴിച്ചിട്ട് തിരിച്ചു വരും, അങ്ങനെയൊക്കെ ഒരുപാട് നടന്ന ഒരു വഴിയാണ്. പിന്നെ ഈ ഗ്രൗണ്ടൊക്കെ നമുക്ക് ഇന്ന് അതുപോലെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വന്നു, ടീച്ചേഴ്സിനൊക്കെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ രജിസ്റ്റർ എൻ്റെ കയ്യിൽ തന്നിട്ട് അവർ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അതിൻ്റെ രജിസ്റ്റർ നമ്പറുണ്ട്, എൻ്റെ കൂടെ പഠിച്ച കുട്ടികളുടെ രജിസ്റ്റർ നമ്പറും
അത് വെച്ചിട്ട് ഇവരുടെ അഡ്രസ്സ് നോക്കുന്ന അതങ്ങനെ പറഞ്ഞു തന്നതിനോട്. അപ്പം ഞാനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ എൻ്റെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെ എനിക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കേട്ടോ. എന്നാലും ഒരു ഭൂരിഭാഗം കുട്ടികളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അവരുടെ ഡീറ്റെയിൽസൊക്കെ അങ്ങനെ എഴുതിയെടുക്കാനും കഴിഞ്ഞു. എന്തായാലും ഒരുപാട് മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു ദിവസം തന്നെയായിരുന്നു. കാരണം കൂടെ പഠിച്ചവരെയൊക്കെ വീണ്ടും കണ്ടെത്തണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ ഇനി ഇപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇനി ഓരോരുത്തരും കോൺടാക്ട് ചെയ്തെടുക്കുക, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം എന്തായാലും അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് ഞാൻ മടക്കയാത്ര ആരംഭിച്ചു. പിന്നെ വരുന്ന വഴിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു സെൻറ്റർ ഉണ്ട്, കോവിലം സെൻറ്റർ. അപ്പോൾ അവിടെ നമ്മളൊരു ചെറിയൊരു ബേക്കറിയിലൊന്ന് വെള്ളം കുടിക്കാൻ കയറി. പിന്നെ ഈ ഒരു കെട്ടിടം പോകുന്ന വഴി കണ്ടപ്പോൾ ഒരു ഓർമ്മ, കാരണം ഞാൻ അവിടെ 8ാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ അന്നത് വളരെ മോശമായിട്ടുള്ള ബിൽഡിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് പുതുക്കിപ്പെടുന്നതൊക്കെ. എന്താ ഗസ്റ്റ് ഹൗസ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.